തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. ഖത്തർ പെട്രോളിയവും UAE-യിലെ അട്നോക്കും ദീർഘകാല പ്രകൃതിവാതക കരാറിൽ ഒപ്പുവെച്ചു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖരായ ഇരു കമ്പനികളുടെയും സഹകരണത്തോടൊപ്പം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആദ്യ വാതക പൈപ്പ്ലൈൻ പദ്ധതിക്കും തുടക്കമാകും. ലോകത്തിലെ പ്രധാന പ്രകൃതിവാതക ഉൽപാദകരായ ഖത്തറിൽ നിന്ന് UAE-ക്ക് കൂടുതൽ പ്രകൃതിവാതകം നൽകുന്നതിന്റെ ഭാഗമായാണ് ഖത്തർ പെട്രോളിയം ഡോൾഫിൻ എനർജി ലിമിറ്റഡുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. ഖത്തറിൽ നിന്ന് UAE-യിലേക്കുള്ള ആദ്യ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിക്കും ഇതോടെ തുടക്കമാകുമെന്ന് ഖത്തർ പെട്രോളിയം പ്രസിഡന്റ് സാദ് ഷരീദ അൽ കഅബി പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖരായ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥാപിക്കപ്പെടുന്ന വാതക പൈപ്പ് ലൈൻ വഴി ഖത്തറിൽ നിന്ന് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലേക്കും റാസൽ കൈമ ഗ്യാസ് കമ്മീഷനിലേക്കും പ്രകൃതിവാതകം ലഭ്യമാക്കും. ഇതിനു പുറമെ RAK ഗ്യാസിനും പദ്ധതി വഴി പ്രകൃതിവാതകം നൽകും. പ്രകൃതിവാതക രംഗത്തെ UAE-യിലെ കരുത്തരായ ഡോൾഫിൻ എനർജി ലിമിറ്റഡിന് ഖത്തർ പെട്രോളിയവുമായുള്ള കരാർ കൂടുതൽ ശക്തി പകരും. ക്യൂപിക്കാവട്ടെ പ്രകൃതിവാതക കയറ്റുമതിയിൽ ആഗോളതലത്തിൽ തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കാനും കരാറിലൂടെയാകും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. താമസ അലവൻസ് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് രാജ്യഭീഷണിയുമായി കുവൈത്തിലെ സർക്കാർ സ്കൂൾ അധ്യാപകർ രംഗത്ത്. 150 ദിനാറായിരുന്ന അലവൻസ് ഒറ്റയടിക്ക് 60 ദിനാറായി കുറച്ച നടപടിക്കെതിരെയാണ് അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സിവിൽ സർവീസ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളായ അധ്യാപകരുടെ താമസ അലവൻസ് 150 ദിനാറിൽ നിന്ന് 60 ദിനാറാക്കി കുറച്ചുകൊണ്ട് ബുധനാഴ്ചയാണ് സിവിൽ സർവീസ് കമ്മീഷൻ ഉത്തരവിറക്കിയത്. ജീവിത ചെലവ് കുത്തനെ കൂടിയ സാഹചര്യത്തിൽ അലവൻസിൽ ഒറ്റയടിക്ക് 90 ദിനാറിന്റെ കുറവ് വരുത്തിയത് നീതീകരിക്കാനാവില്ലെന്നാണ് അധ്യാപകരുടെ അഭിപ്രായം. ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിലാണ് ആനുകൂല്യം വെട്ടിക്കുറച്ചത്. തീരുമാനത്തിൽ നിന്ന് അധികൃതർ പിന്മാറിയില്ലെങ്കിൽ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങുകയല്ലാതെ തങ്ങളുടെ മുന്നിൽ മാർഗമില്ലെന്നും അധ്യാപകർ പറഞ്ഞു. അതേസമയം രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായാണ് താമസ അലവൻസ് കുറച്ചതെന്നും രാജിവെക്കണമെന്നുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും സിവിൽ സർവീസ് കമ്മീഷൻ പ്രതികരിച്ചു. എണ്ണവിലക്കുറവിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ഭീഷണി തരണം ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ വകുപ്പുകളിലും ചെലവ് ചുരുക്കൽ നടപടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബദറുൽ ഈസ പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ സിവിൽ സർവീസ് കമ്മീഷൻ കൈക്കൊണ്ട തീരുമാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇടപെടാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി അതിർത്തിയിലെ ജിസാനിൽ ഹൂതികൾ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ചെറിയ കുട്ടിക്കും പിതാവിനുമാണ് പരിക്കേറ്റത്. 3 പേരും യമൻ പൗരന്മാരാണ്. യമനിൽ നിന്നും ഇന്ന് രാവിലെ 7 മണിക്കാണ് തുവാൽ പ്രവിശ്യ ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടായതെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു. കുവൈത്തിൽ ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ച 6 വിദേശികളെ ട്രാഫിക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. അറസ്റ്റിലായ 6 പേരെയും നാടുകടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനയിൽ ഗതാഗത നിയമം ലംഘിച്ച 743 വാഹനങ്ങൾ കണ്ടുകെട്ടി. മൊത്തം 42,383 ഗതാഗത നിയമലംഘനം രേഖപ്പെടുത്തിയതായും ട്രാഫിക് വിഭാഗം അറിയിച്ചു. രാജനിന്ന കേസിൽ അറസ്റ്റിലായിരുന്ന സാമൂഹിക പ്രവർത്തകയും ബ്ലോഗറുമായ സാറ അൽ ദരീസിന് കുവൈത്ത് കോടതി ജാമ്യം അനുവദിച്ചു. 500 ദിനാറിന്റെ ജാമ്യത്തിലാണ് വ്യാഴാഴ്ച കൂടിയ കുറ്റാന്വേഷണ കോടതി സാറ അൽ ദരീസിനെ വിട്ടയച്ചത്. കോടതിയിൽ തനിക്കുമേൽ ചാർത്തിയ കുറ്റം ഇവർ നിഷേധിച്ചു. അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ട്വീറ്റ് ചെയ്തുവെന്ന് ആരോപിച്ചാണ് രാജ്യസുരക്ഷാ വിഭാഗം സാറയെ കസ്റ്റഡിയിലെടുത്തത്. ദുബായ് നഗരത്തിൽ ബസ്സിലും മെട്രോയിലും യാത്രയ്ക്ക് പണമടക്കാൻ ഉപയോഗിക്കുന്ന നോൾ കാർഡുകൾ ഇനി വാട്ടർ ടാക്സി യാത്രയ്ക്കും ഉപയോഗിക്കാം. ദുബായ് മറീനയിലെ 4 സ്റ്റേഷനുകളിൽ ഇതിന് സൗകര്യം ഏർപ്പെടുത്തിയതായി RTA അറിയിച്ചു. മറീന പ്രൊമനാഡ്, മറീന വാക്ക്, മറീന മാൾ, മറീന ടെറസ് എന്നീ സ്റ്റേഷനുകളിലാണ് വാട്ടർ ടാക്സികൾക്കായി നോൾ കാർഡ് ഉപയോഗിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയത്. നഗരത്തിലെ ജലഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനാണ് നടപടിയെന്ന് മറൈൻ ട്രാൻസ്പോർട്ട് വിഭാഗം ഡയറക്ടർ മൻസൂർ അൽ ഫലാസി പറഞ്ഞു. ഈ വർഷം ജനുവരി മുതൽ ആഗസ്റ്റ് വരെ 3,48,658 യാത്രക്കാരാണ് വാട്ടർ ടാക്സി പ്രയോജനപ്പെടുത്തിയത്. ഈ ഗതാഗത സംവിധാനത്തിന് ആവശ്യക്കാർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിരക്ക് ഈടാക്കാൻ പുതിയ സൗകര്യം ഏർപ്പെടുത്തിയത്. നേരത്തെ ദുബായ് ക്രീക്ക് സ്റ്റേഷനിൽ മാത്രം വാട്ടർ ടാക്സികൾക്ക് ഈ സൗകര്യമുണ്ടായിരുന്നു. ദിവസവും രാവിലെ 10 മുതൽ രാത്രി 11 വരെ 20 മിനിറ്റ് ഇടവിട്ട് വാട്ടർ ടാക്സി സേവനമുണ്ടാകും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെയാണ് സേവനം. ഒരേ സമയം 36 പേർക്ക് വാട്ടർ ടാക്സികളിൽ യാത്ര ചെയ്യാം. മീഡിയ 1, ദുബായ്. വിഷൻ 2030 പദ്ധതികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സൗദി തൊഴിൽ മന്ത്രാലയം ഹ്യൂമൻ റിസോഴ്സ് ഫോറം സംഘടിപ്പിക്കുന്നു. ക്രിയാത്മക പരിവർത്തനത്തിനായി അണിചേരുക എന്ന തലക്കെട്ടിൽ ഒക്ടോബർ 30 മുതൽ നവംബർ 2 വരെയാണ് ഫോറം നടക്കുന്നത്. ജിദ്ദ ഹിൽട്ടൺ ഹോട്ടലിൽ നടക്കുന്ന ഫോറം തൊഴിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ മുഫ്രിഷ് അൽ ഹബ്ബാനി ഉദ്ഘാടനം ചെയ്യും. 8 സെഷനുകളിലായി 22 പ്രമുഖർ വിഷയം അവതരിപ്പിക്കും.
പൊതു സ്വകാര്യ മേഖലകളിലെ 700ഓളം പേർ ഫോറത്തിൽ പങ്കെടുക്കും. ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒഴിവായ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അലിക്ക് യാത്രയയപ്പ് നൽകി. 41 വർഷം IDBയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ശേഷമാണ് അഹമ്മദ് അലി സ്ഥാനമൊഴിയുന്നത്. ഡോക്ടർ ബന്ദർ അൽ ഹജ്ജാറാണ് പുതിയ അധ്യക്ഷൻ. 1975 മുതൽ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന ശേഷമാണ് ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അലി സ്ഥാനമൊഴിഞ്ഞത്. IDBയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മെയ് മാസത്തിൽ ഇന്തോനേഷ്യയിൽ നടന്ന IDBയുടെ 41ാം വാർഷിക സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി ഡോക്ടർ ബന്ദർ അൽ ഹജ്ജാറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഈ ആഴ്ചയാണ് അഹമ്മദ് അലിയുടെ കാലാവധി പൂർത്തിയായത്. IDBയുടെ നേതൃത്വത്തിൽ അഹമ്മദ് അലിക്ക് ജിദ്ദയിൽ യാത്രയയപ്പ് നൽകി. മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ IDBയുടെ സാന്നിധ്യം വളർത്തുന്നതിലും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ പ്രചരിപ്പിക്കുന്നതിലും അതേ മുഖ്യ പങ്കുവഹിച്ചതായി ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ അഹമ്മദ് അലിക്ക് IDBയുടെ ഉപഹാരം പുതിയ ചെയർമാൻ ഡോക്ടർ ബന്ദർ അൽ ഹജ്ജാർ കൈമാറി. സൗദി ധനമന്ത്രി ഡോക്ടർ ഇബ്രാഹിം അസാഫ്, ജിദ്ദ ചേംബർ പ്രസിഡന്റ് സാലിഹ് അൽ കാമിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ സൗദി ഹജ്ജ് വാർത്താവിതരണ വകുപ്പ് മന്ത്രിയാണ് പുതുതായി ചുമതലയേറ്റ ഡോക്ടർ ബന്ദർ അൽ ഹിജാർ. മീഡിയ 1 ജിദ്ദ. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഇന്ത്യൻ ഹാജിമാരുടെ യാത്ര ഇന്നത്തോടെ അവസാനിച്ചു. 1000ഓളം വരുന്ന ഹാജിമാരുടെ അവസാന സംഘമാണ് ഇന്ന് മദീനയിലേക്ക് തിരിച്ചത്. ഈ മാസം 16ഓടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും നാട്ടിലേക്ക് മടങ്ങും. 1125 പേരുടെ സംഘമാണ് ഇന്ന് മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര തിരിച്ചത്. 24 ബസ്സുകളിലായാണ് ഇവരെ മദീനയിലേക്ക് എത്തിക്കുന്നത്. ഇതോടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഇന്ത്യൻ ഹാജിമാരുടെ യാത്ര അവസാനിച്ചു. 8 ദിവസമാണ് ഹാജിമാർ മദീനയിൽ താമസിക്കുക. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ മദീനയിലെത്തിയിട്ടുണ്ട്. ജിദ്ദ വിമാനത്താവളം വഴി ഹജ്ജിനെത്തിയ തീർത്ഥാടകരാണ് മദീന വഴി നാട്ടിലേക്ക് മടങ്ങുന്നത്. ഈ മാസം 16-ന് മദീനയിൽ നിന്നുള്ള അവസാന ഹജ്ജ് വിമാനവും പറന്നുയരുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും നാടണയും. 20 ഹാജിമാർ മക്കയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇവരിൽ 14 പേരുടെ നില ഗുരുതരമാണെന്ന് മക്ക ഇന്ത്യൻ ഹജ്ജ് മിഷൻ അധികൃതർ അറിയിച്ചു. അസുഖം ഭേദപ്പെടുന്നതിനനുസരിച്ച് ജിദ്ദ വഴി ഇവരെ നാട്ടിലെത്തിക്കും. നേരത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയ ഹാജിമാരിൽ മക്കയിൽ അവശേഷിച്ച 270 പേരുടെ മടക്കയാത്ര ജിദ്ദ വിമാനത്താവളം വഴി ഞായറാഴ്ചയോടെ അവസാനിക്കും. ബീഹാറിലെ ഗയ വിമാനത്താവളത്തിലേക്കാണ് ജിദ്ദയിൽ നിന്നുള്ള അവസാന ഹജ്ജ് വിമാനം. 99,904 പേരാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം ഹജ്ജിനെത്തിയത്. ഇവരിൽ 71,000ഓളം ഹാജിമാർ ഇതിനോടകം നാട്ടിലേക്ക് മടങ്ങി. സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ 18 പേർ ഉൾപ്പെടെ 148 പേർ പുണ്യഭൂമിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. ദുബൈയിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് ദുബായ് നഗരസഭ ക്യാമ്പയിൻ നടത്തുന്നു. ഉപ്പിന്റെ അളവ് കൂടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരാഴ്ച നീളുന്ന ക്യാമ്പയിൻ നടത്തുന്നത്. കുട്ടികളിൽ അമിതവണ്ണത്തിനിടയാക്കുന്ന പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നും നഗരസഭ ഹൈപ്പർ മാർക്കറ്റുകളോട് ആവശ്യപ്പെട്ടു. പാലക്കാട് സ്വദേശിയെ റാസൽ ഖൈമയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. എറവക്കാട് കുണ്ടൂപ്പറമ്പിൽ അശോകനാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. സ്ക്രാപ്പ് വിപണന രംഗത്തായിരുന്നു ജോലി. 1 വർഷം മുൻപാണ് അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചെത്തിയത്. അവരുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.